വന്യമൃഗശല്യം രൂക്ഷമായതിനെ തുടർന്ന് വയനാട് മേപ്പാടിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. മേപ്പാടി ഊട്ടി റോഡ് ഉപരോധിച്ച നാട്ടുകാർ പോലീസ് സ്റ്റേഷനും ഉപരോധിച്ചു. സമരക്കാരുമായി ചർച്ച നടത്തിയ ഡിഎഫ്ഒ പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന് ഉറപ്പു നൽകി. കാട്ടാനയും പുലിയും കരടിയും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നതോടെ ഭീതിയോടെയാണ് കഴിയുന്നതെന്ന് നാട്ടുകാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. വയനാട്ടിൽ നിന്നും റിയാസ് കെ എം ആർ തയ്യാറാക്കിയ വാർത്തകൾ. വയനാട് മേപ്പാടിയിലെ ജനങ്ങൾ വലിയ വന്യമൃഗശല്യമാണ് നേരിടേണ്ടി വരുന്നത്. കഴിഞ്ഞ ദിവസം കരടി കൂട്ടത്തോടെ ഇവിടേക്ക് ഇറങ്ങി, കാട്ടാനകളും കൂട്ടത്തോടെയാണ് ഇറങ്ങുന്നത്. മറ്റ് വന്യജീവി ശല്യവുമുണ്ട്. ഇവരെ സംബന്ധിച്ച് ജീവിക്കുക പോലും ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒപ്പം തന്നെ ഇവരുടെ കൃഷിയിടങ്ങളെല്ലാം തന്നെ നശിക്കുന്നു. പലരും കൃഷി ചെയ്ത് ഉപജീവന മാർഗം നടത്തുന്ന മനുഷ്യരാണ് ഈ മേപ്പാടിയിലുള്ളത്. അവരെ സംബന്ധിച്ച് അവരുടെ കൃഷി നശിക്കുന്നു. ഒപ്പം തന്നെ ഒരു ധൈര്യത്തോടുകൂടി കുട്ടികൾക്കുൾപ്പെടെ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവരിന്ന് മേപ്പാടിയിൽ റോഡ് ഉപരോധിച്ചു. ഒപ്പം തന്നെ പോലീസ് സ്റ്റേഷനും ഉപരോധിച്ചു. ആ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചുള്ള സമരമാണ് ഇവിടെ മേപ്പാടിയിൽ അരങ്ങേറിയത്. ഇപ്പോൾ നാട്ടുകാർ തന്നെ അതേക്കുറിച്ച് പ്രതികരിക്കുകയാണ്. നിങ്ങളുടെ ഒരു ദുരിതം എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല. പകലായാലും രാത്രി ആയാലും മക്കൾക്ക് 6:30 മദ്രസ് പോകണം. അപ്പോൾ ഗ്രൂപ്പിൽ വരുമോ ആന ഇങ്ങോട്ട് കയറിക്കണ്, പള്ളിക്കുണ്ട് ഭാഗം അവർക്ക് വന്നിക്കണത്. നമ്മൾ രണ്ടും ഘട്ടം നടക്കാണ്. എങ്ങനെ പോയാലും നമ്മളവിടേക്കാണ്. റോട്ടിക്ക് ഇറങ്ങാൻ പറ്റൂല. നമുക്ക് ഇറങ്ങണേ റോട്ടിക്ക് ഇറങ്ങണോ. എയിലെ പോയാലും ആന ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പോരാത്ത മക്കൾ കളിക്കണ ഗ്രൗണ്ടിൻ്റെ അവിടെ കരടി മക്കളും. എങ്ങനെ ആയാലും മക്കൾക്ക് പോകാനും സ്കൂളിൽ പോകാനും മദ്രസ പോകാനും ഒക്കെ പേടിയാണ്. ഞങ്ങൾക്ക് പണിക്ക് പോകാൻ വരെ പറ്റാത്ത ഒരവസ്ഥ. ഇന്നിപ്പോൾ എല്ലാവരും പണി ലീവാക്കിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ടൊരു ഇറങ്ങിയിരിക്കുന്നത്. ഇതിന് ഒരു പരിഹാരം കാണാതെ ഞങ്ങളിന്ന് പോകില്ല എന്നെല്ലാവരും തീരുമാനം. അത് ഉറപ്പാണ്. ഒരു ശാശ്വത പരിഹാരമാണ്. എന്തെങ്കിലും പരിഹാരം കിട്ടിയിട്ട് ഞങ്ങൾ ഇന്ന് എല്ലാവരും ഇവിടുന്ന് പോകുള്ളൂ. ഈ കരടി ഇറങ്ങി എന്ന് പറഞ്ഞാൽ പകലാണോ? എങ്ങനെയാ? പകൽ സമയത്ത് അല്ലേ? അന്നേരം കുട്ടികളൊക്കെ പോകുന്ന സമയമാണോ? അതെ അതെ അതെ. ഈ സാധാരണ കരടി അല്ലാതെ മറ്റെന്തൊക്കെയാ ഇറങ്ങി? കരടി കാട്ടാനാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഇപ്പൊ 2 ദിവസം മുമ്പ് ചുളുക്കാന്ന് പ്രദേശത്ത് പിന്നെ പുലിന്റെ ശല്യവും കണ്ടായിരുന്നു. ഓ, ജീവിക്കാനാവാത്തൊരു സാഹചര്യത്തിലാണുള്ളത്. ഈ അധികൃതരെന്താ പറയുന്നത്? ഈ അധികൃതരോട് ശ്രദ്ധപ്പെടുത്തിയപ്പോ എന്താ പറയുന്നത് നിങ്ങൾ? തീർച്ചയായും വാഗ്ദാനങ്ങൾ നൽകിയെന്നല്ലാതെ ഞങ്ങളുടെ നാട്ടിൽ ഇതുവരെ ഒന്നും അവർ ചെയ്തു തന്നിട്ടില്ല. അപ്പം ഇന്നലെ വന്നിട്ട് കുറച്ച് കാട് വെട്ടുന്നുണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. അല്ലാണ്ട് അവരൊന്നും ഞങ്ങളെ നേർക്ക് തിരിഞ്ഞിട്ടില്ല. റോഡ് സൈഡ് 10 മീറ്റർ അകലത്തിൽ വെട്ടണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വെട്ടിയിട്ടില്ല. 10 മീറ്റർ അകലൊന്നും അവർ വെട്ടിയിട്ടില്ല. ഒരു കുറച്ചൊരു 3 മീറ്റർ അകലെ വെട്ടിയിട്ടുള്ളൂ. ഈ കുട്ടികളൊക്കെ പോകാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് വെളിച്ചം വേണം, വൈവിളക്ക് വേണം. കാര്യമായിട്ട് അതാണ് വേണ്ടത്. എവിടേക്കും പോകാനും വെളിച്ചമല്ല. എന്താണ്? കബറിന്റെ മുകളിലൊക്കെ വന്ന് ചവിട്ടുകയാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല പ്രയാസം, മരിച്ചവർക്കും ശരിയല്ല. കരടി ഒന്നും മാത്രം കൂട്ടത്തോടെയാണ് കരടി വരുന്നത്. മേപ്പാടി ഏത് ഭാഗത്താ കൂടുതൽ? നെല്ലിമുണ്ട, അമ്പലക്കുന്ന്, കടൂര്. പാർക്കമ്പയല്, അമ്പലക്കുന്ന്, കടൂര്, നെല്ലിമുണ്ട. നല്ല പ്രശ്നങ്ങളാണ്. ആനല്ലാത്ത ദിവസമല്ല, ദിവസം ആനയാണ്. ഞങ്ങളൊക്കെ ജോലിക്ക് പോയിട്ട് പോയി എന്ന് പറയും. ഞങ്ങൾ കിടന്നുറങ്ങും. പിന്നെയും കുറച്ചേരം കഴിയുമ്പോ അപ്പുറ പ്രദേശത്ത് നിന്ന് അടുത്ത പടക്കം പൊട്ടു. അതന്നെയാണ് എന്നുള്ള. ഈ മക്കളെയൊക്കെ പുറത്തേക്ക് ഇറക്കാൻ വല്ലാത്ത പേടിയുണ്ടോ? നല്ല മദ്രസക്ക് വിടാനൊക്കെ നല്ല പ്രയാസമാണ്. മദ്രസിലൊക്കെ വിടുന്നതും കൊണ്ടാക്കുന്ന ഒരാളൊപ്പരം പോകണം. ഒരാൾ അതിനായിട്ട് തന്നെ മെനക്കെട്ട് ബുദ്ധിമുട്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് രാത്രി കിടന്നിറങ്ങാൻ പറ്റില്ല. രാത്രി വീട്ടിൽ ആന വരുന്നുണ്ടെന്ന് പറഞ്ഞ് അടുത്ത വീട്ടുകാർ പറയുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിൽ നിൽക്കും. ഞാനൊക്കെ ഷെഡിലൊക്കെ താമസിക്കുന്നതാണ്. വീടിൻ്റെ മുന്നിലൊക്കെ ആനൻ്റെ നല്ല ശല്യമാണ്. കിടന്നിറങ്ങാൻ വരെ പേടിയാണ് ഞങ്ങൾക്ക്. ശരിക്കും ഉറങ്ങിയിട്ട് തന്നെ കുറേ ദിവസമായി. രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല, മനസമാധാനത്തോടുകൂടി ഉറങ്ങാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഈ വന്യമൃഗശല്യം കാരണം പിഞ്ചു മക്കളെ പോലും പുറത്തുവിടാൻ പറ്റാത്തൊരു സാഹചര്യം, മുതിർന്നവർക്ക് തന്നെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മേപ്പാടിയിലെ പ്രദേശവാസികൾ പറയുന്നത്. മേപ്പാടിയിലെ ഒരു ഇടത്ത് മാത്രം പ്രശ്നമല്ല, മേപ്പാടിയിൽ 3-4 ഇടത്തെ പ്രശ്നമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് വനം മന്ത്രി AK ശശീന്ദ്രൻ ഈ വാർത്ത കാണുകയാണെങ്കിൽ മന്ത്രി കൃത്യമായി ഇക്കാര്യത്തിൽ ഇടപെടണം. ഇടപെട്ടാൽ മാത്രം പോരാ, വാഗ്ദത്തം മാത്രം പോരാ, അതിനപ്പുറത്തേക്ക് ശാശ്വത പരിഹാരമാണ് ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അത് കിട്ടുന്നത് വരെ പ്രക്ഷോഭം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. വയനാട് മേപ്പാടിയിൽ നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.